നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. പോലീസ് ജീപ്പ് പിടിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥി ജുവിൻ രാജു മരണത്തിന് കീഴടങ്ങി. മരിച്ചാലും ജീവിക്കും ആ കുസൃതിക്കുട്ടൻ. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പ് പിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. ആനത്തടം സ്വദേശി പിണിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ 16 വയസ്സുള്ള ജുവിൻ വളരെ മിടുക്കനായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ആനത്തടം സ്വദേശി തയ്യിൽ പ്രദീപിന്റെ മകൻ 18 വയസ്സുള്ള അനന്തകൃഷ്ണൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ഈ മാസം 15 രാവിലെ 11:45 കോട്ട മൂന്നുപിടിയ സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപമായിരുന്നു അപകടം. കോട്ട ഭാഗത്ത് നിന്ന് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ ഡാൻസ് ഓഫ് സ്ക്വാഡ് സഞ്ചരിച്ചിരുന്ന ജീപ്പ് പിടിച്ചാണ് അപകടം നടന്നത്. കദളിച്ചിറ ഭാഗത്ത് സ്കൂട്ടർ വലത്തോട്ട് തിരിയുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ പോലീസ് ജീപ്പ് ഇടിച്ചു കയറിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഇരു കൂട്ടർക്കും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഇരുവരെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി ജുവിനെ ആലുവയിലെ രാജഗിരി ആശുപത്രിയിലും അനന്തകൃഷ്ണനെ എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും നില ഗുരുതരമായിരുന്നുവെങ്കിലും ജുവിന്റെ മരണം ചൊവ്വാഴ്ച ഉച്ചയോടെ സ്ഥിരീകരിക്കുകയായിരുന്നു. അപകട സമയത്ത് പോലീസ് ജീപ്പ് അമിത വേഗത്തിലായിരുന്നുവെന്നും വാഹനം ഓടിക്കുന്നതിൽ അശ്രദ്ധ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാരും കുട്ടികളുടെ ബന്ധുക്കളും ആരോപിച്ചു. ഏറെ നാളായി വിദേശത്തായിരുന്ന ജുവിന്റെ പിതാവ് രാജു സംഭവമറിഞ്ഞ് നാട്ടിലെത്തി. മരണപ്പെട്ട ജുവിൻ ഈ വർഷം ആനത്തടം സെന്റ് ആൻസ് സ്കൂളിൽ നിന്ന് SSLC പാസ്സായ വിദ്യാർത്ഥിയാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ആളൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടക്കും. അമ്മ ബീന, സഹോദരി ജൂനിയ +2 വിദ്യാർത്ഥിയാണ്. സ്വപ്നങ്ങൾ പാതിവഴിയിൽ. SSLC വിജയത്തിന്റെ മധുരം മായും മുമ്പേ ജുവിൻ നമ്മെ വിട്ടുപോയെങ്കിലും അവയവങ്ങളിലൂടെ ഇനിയും ജുവിൻ ജീവിക്കും. അവയവങ്ങൾ 5 പേർക്കായിട്ട് ദാനം ചെയ്യും. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിന്റെ സന്തോഷവും +1 പഠനത്തിനായുള്ള പുതിയ പ്രതീക്ഷകളും മനസ്സിൽ നിറച്ചിരിക്കെയാണ് വിദ്യാർത്ഥിയായ ജുവിനെ ദാരുണമായ അപകടത്തിലേക്ക് കൊണ്ടുപോയത്. മരണവാർത്ത കുടുംബാംഗങ്ങളെ മാത്രമല്ല സഹപാഠികളെയും അധ്യാപകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. പഠനരംഗത്ത് മികവ് പുലർത്തിയിരുന്ന ജുവിൻ പാഠ്യേതര പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും പ്രിയങ്കരനായിരുന്ന ജുവിന് നല്ലൊരു സുഹൃത്ത് വലയവും ഉണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജുവിന്റെ മസ്തിഷ്ക മരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത്. മകന്റെ മരണവേദനയ്ക്കിടയിലും മാതാപിതാക്കൾ മാതൃകാപരമായ തീരുമാനമാണ് കൈക്കൊണ്ടത്. ജുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം 5 പേർക്കായിട്ട് ഹൃദയവും കരളും വൃക്കകളും ദാനം ചെയ്യും. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. അപകടത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും പ്രദേശവാസികളും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു. അപകടത്തിന് കാരണമായ സാഹചര്യങ്ങളും പോലീസ് വാഹനത്തിന്റെ സഞ്ചാര രീതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അപകട സ്ഥലത്തെ തെളിവുകൾ ശേഖരിക്കുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരുമെന്നും അധികൃതർ അറിയിച്ചു.